ഭരണം തുലാസിലാണ്. അല്പം ആശങ്ക ബി.ജെ.പിക്ക് നഗരസഭാ ഭരണത്തിന്റെ കാര്യത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വിമതർ യാക്കറിൽ ഇന്ന് യോഗം ചേർന്നതിൽ 80 പേരെങ്കിലും ഉണ്ടായിരുന്നു. ആ 80 പേരിൽ ചിലരെങ്കിലും സ്ഥിരമായി എതിർ ശബ്ദങ്ങൾ അല്ലെങ്കിൽ വിമത ശബ്ദങ്ങൾ ഉയർത്തുന്നവരാണ്. ശിവരാജന്റെ കാര്യത്തിലായാലും ഇപ്പോൾ നഗരസഭാ ചെയർപേഴ്സന്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ അവർ രണ്ടുപേരും കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിലൊക്കെ വിമത ശബ്ദങ്ങൾ ഉയർത്തിയിരുന്നവരാണ്. പക്ഷേ അതല്ലാത്ത ചില നേതാക്കളുടെ പ്രതികരണങ്ങളും നമ്മൾ കാണുന്നുണ്ട്. അവിടെ കൃഷ്ണദാസിന്റെ പ്രതികരണം ആ നിരക്ക് വേണം കാണാൻ. ആ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നു. 80ഓളം പേരാണ് വിമതരായ യോഗത്തിൽ പങ്കെടുത്തത്. അതിൽ 7 കൗൺസിലർമാരുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ അവർ പറയുന്നത് എന്തിനാണ് അപ്പോൾ തിരഞ്ഞെടുപ്പ്? അപ്പോൾ തിരഞ്ഞെടുപ്പ് എന്ന രൂപത്തിലേക്ക് അതിനെ കാണാൻ പറ്റില്ല. ഇപ്പോൾ കെ സുരേന്ദ്രൻ്റെ പാനലിൽ നിന്നും നേരത്തെ പറഞ്ഞ പോലെ ഓമനക്കുട്ടനും ഷൺമുഖനും സി മധുവും വരുന്നു. അപ്പുറത്ത് സ്മിതേഷും പി സാഗുവും പി ഭാസിയും വരുന്നു. അപ്പോൾ വോട്ടെടുപ്പ് നടക്കുമ്പോൾ അവർക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് എന്ന് പറയുന്നത് അതിൽ കൂടുതൽ കിട്ടിയിരിക്കുന്നത് ഓമനക്കുട്ടനാണ്. 34 വോട്ട് കിട്ടി. സ്മിതേഷിന് 31 വോട്ട് കിട്ടി. പക്ഷേ ഈ പട്ടികയിലൊന്നുമില്ലാത്ത ഒരു പേര് അവിടേക്ക് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നു. അപ്പോൾ ഇവിടെ നിന്നാണ് ആ പേര് വരുന്നത്. ആ പേര് വരുന്നത് RSSൽ നിന്നാണ്. അപ്പോൾ ഇവിടെ കാര്യങ്ങൾ ഒട്ടും നന്നായല്ല പോകുന്നത്. ബി.ജെ.പി ഇവിടെ പരാജയപ്പെടുന്നതിന് കാരണം ഇവിടുത്തെ ഗ്രൂപ്പിസമാണ്.